ആരംഭിക്കുകയാണല്ലോ. ഇന്ന് മുഹറത്തിൻ്റെ ആദ്യത്തെ ദിവസത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഇന്ന് മുഹറം 1 നമ്മൾ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ ഒരു വർഷത്തേക്ക് അള്ളാഹുവിൻ്റെ കാവൽ നമുക്കുണ്ടാവും. ഒരു വർഷത്തേക്കാണ് നമുക്ക് അള്ളാഹിൻ്റെ കാവലുണ്ടാവുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ആരും ഇത് ഒഴിവാക്കരുത്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കേട്ട് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം ചെയ്യാൻ ശ്രമിക്കുക. ചെയ്താൽ നമുക്ക് ഒരു വർഷം വരെ അള്ളാഹിൻ്റെ കാവലും രക്ഷയുണ്ടാവും. അതിന് നമ്മളിന്ന് മഗ്‌രിബിന് മുമ്പായിട്ട് വരല്ലാത്തൊരു പേപ്പർ എടുത്ത് അതിൽ 113 വട്ടം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഒറ്റ അക്ഷരം എന്ന് പറഞ്ഞാൽ ഒറ്റക്കൊറ്റക്ക് തമ്മിൽ തൊടാതെ കൂട്ടാതെ കൂട്ടക്ഷരാക്കാതെ ഒറ്റ അക്ഷരമായിട്ട് അറഫും പുള്ളിയും ഒന്നും ഇടാതെ എഴുതിയെടുക്കുക. അത് 19 അക്ഷരമാണ് അതുള്ളത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന്. അതിനിട്ട് എഴുതി വെക്കുക. നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്ക് നല്ല വൃത്തിയും കാര്യമൊക്കെ വേണം. പിന്നെ ഉവ്വ് വേണം. കയ്യെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. അവിടെ നിസ്കരിച്ചൊക്കെ കഴിഞ്ഞ് നല്ല നിലക്ക് പേപ്പറും ഇതൊക്കെ എടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് കിബിലക്ക് മുന്നിട്ട് അങ്ങോട്ട് ഇരിക്കുക. നല്ല മനസ്സോടുകൂടി നമ്മൾ ഇരുന്നിട്ട് എന്ത് ചെയ്യുക, ഇത് എഴുതാൻ തുടങ്ങുക. നമ്മൾ എഴുതാൻ തുടങ്ങുമ്പോൾ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് എഴുതുക. എന്നിട്ട് ഇത് എഴുതി എന്ത് ചെയ്യുക, എഴുതി കഴിഞ്ഞിട്ട് 113 വട്ടം എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ ലേശം സുഗന്ധമൊക്കെ നല്ല പൂസുക. അത്രയൊക്കെ എടുത്തുകാട്ടൊന്ന് പൂസുക പേപ്പറിൽ. എന്നിട്ട് അതിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 113 വട്ടം. ഇപ്പം നമ്മൾ എഴുതിയത് 113 വട്ടമല്ലേ, അതേപോലെ 113 വട്ടം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് മന്ത്രിച്ച് 113 വട്ടം മന്ത്രിച്ചിട്ട് എന്ത് ചെയ്യുക, നല്ല വൃത്തിയുള്ളൊരു സ്ഥലത്ത്, വീട്ടിലാണ് വെക്കണേ ചെയ്യുന്നത്, വൃത്തിയുള്ള സ്ഥലത്ത് സൂക്ഷിച്ച് വെക്കുക. അതല്ല പുരുഷന്മാരൊക്കെയാണ് കൈ വെക്കണമെന്ന് വെച്ചെങ്കിൽ ഒരു പേസ് വെക്കുക. ഇനിയിപ്പോൾ കച്ചവടമൊക്കെ ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ കച്ചവടത്ത് കൊണ്ടേക്കുക. അതുപോലെ വാഹനം ഓടിച്ച് ഒക്കെ നടക്കുന്നവരുണ്ടാവുമല്ലോ, അങ്ങനെ അവരെ വാഹനത്തിൽ നല്ല വൃത്തിയിലോടത്തോടെയും വെക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരലമാരയിലോ എവിടെ വേണമെങ്കിലും വെക്കുക. ഒക്കെ നജസില്ലാത്തയും വൃത്തിയുള്ള സ്ഥലത്താണ് വെക്കണത്. നമ്മൾ ബിസ്മി എഴുതി വെക്കുകയാണെങ്കിൽ എന്താ ഇപ്പോൾ അതുകൊണ്ട് പ്രയോജനം, എന്താ ഇപ്പോൾ കാര്യം എന്നൊക്കെ ഉണ്ടാവും ചില മനസ്സിൽ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരാം. നമ്മൾ ബിസ്മി എഴുതി വീട്ടിൽ വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഇനിയിപ്പോൾ വീട്ടിൽ വെക്കല്ല, ഇനിയിപ്പോൾ നമ്മൾ വണ്ടിയിലോ അതേപോലെ തന്നെ കടയിലോ അല്ലെങ്കിൽ ബേസിലോ അങ്ങനെയൊക്കെ വെക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ പ്രയോജനം അവനിക്ക് കിട്ടാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വർഷം മുഴുവനും അള്ളാഹിൻ്റെ കാവൽ അവനുണ്ടാവും. മാറാ രോഗത്തെ തൊട്ട് നമുക്ക് ശിഫ ഉണ്ടാകും. സീറ്, അതുപോലെ കണ്ണ്, അപകടം, വലിയ അപകടങ്ങളൊക്കെ ഇല്ലേ, അതിനൊക്കെ അള്ളാഹിൻ്റെ കാവലുണ്ട്. അതുപോലെ തന്നെ അയറും ബർക്കത്തും ഉണ്ടാകും. അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ സംരക്ഷണം ഉണ്ടാകും. അതൊക്കെ പോരെ നമുക്ക്, അതിലും വലിയതായിട്ട് പിന്നെ എന്തെങ്കിലും ഉണ്ടാകും. അതൊക്കെ നമ്മൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ബിസ്മി എഴുതി വെക്കുക. 113 വട്ടം ബിസ്മി എഴുതി സൂക്ഷിച്ച് വെക്കുക. ഒരു വർഷം വരെ നമുക്ക് കാവൽ കിട്ടുക എന്ന് പറഞ്ഞത് അത് വലിയൊരു, നമ്മൾ പോലും പ്രതീക്ഷിക്കാത്തൊരു വലിയൊരു ഭാഗ്യമല്ലേ നമുക്ക് ഒരു വർഷം വരെ കിട്ടുന്നത്. പിന്നെ നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ അതുപോലെ തന്നെ പിന്നെ ആയത്ത് കുർസി ഇത് 360 വട്ടം ചൊല്ലി തീർക്കുക. അപ്പോൾ ഇന്നലെ ചെല്ലാൻ കഴിഞ്ഞിട്ടില്ല, ഇന്നലെ ബിസ്മി എഴുതി വെക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ ഒരുപാട് ആൾക്കാർക്ക് പരാതികളുണ്ടാവും. ഇന്നലെ ചെയ്യേണ്ടിനോ അത് ഇന്ന് ചെയ്താൽ മതിയോ എന്നൊക്കെ ഉള്ളത്. അതൊന്നും ബേജാറാവണ്ട, ഇന്നും ചെയ്യാം. ഇന്ന് മഗ്‌രിബ് വരെ നമുക്ക് സമയമുണ്ട്. ഇന്ന് കഴിവിൻ്റെ പരമാവധി എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക. വോയിസ് കേൾക്കണമല്ലൊക്കെ ഈ ബിസ്മി എഴുതി വെക്കും ചെയ്യുക. 113 വട്ടമാണ് എഴുതേണ്ടത്. അത് എഴുതി വെക്കും ചെയ്യുക ഒരു പേപ്പറിൽ. അതിനിപ്പോൾ നിങ്ങളങ്ങനെ നിങ്ങൾക്ക് വെക്കേണ്ടതെന്ന് വെച്ചാൽ നല്ല വൃത്തിയുള്ള സ്ഥലത്ത്, നജസൊന്നും ഇല്ലാത്ത സ്ഥലത്ത്, വീട്ടിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ. അതല്ലാന്നുണ്ടെങ്കിൽ മറ്റു കോലങ്ങളൊക്കെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അതുപോലൊക്കെ വെക്കുക. പിന്നെ 360 വട്ടം ആയത്ത് കുർസി ഓതി തീർക്കുക. ആയത്ത് കുർസിൻ്റെ മഹത്വങ്ങൾ നിങ്ങൾക്കറിയാലോ, അത് പറഞ്ഞാൽ തീരുമല്ലോ, അതിൻ്റെ മനസ്സിലാക്കുക. 360 വട്ടം ആയത്ത് കുർസിയും ഇതിൻ്റെ കൂടെ നമ്മൾ ഇന്ന് ചെല്ലാൻ ശ്രമിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ മുൽക്ക് സൂറത്ത്, അതും നമ്മൾ ഇതുപോലെ തന്നെ മുൽക്ക് സൂറത്തും ഓതാൻ ശ്രമിക്കുക. ആരും ഇത് ഒഴിവാക്കരുത്. നല്ല നിയത്തോടു കൂടി എല്ലാം ചെയ്യുക. പിന്നെ ചിലരൊക്കെ ഇപ്പം ഇന്നലെ മുഹറം രാവാണെന്ന് അറിഞ്ഞതോടുകൂടി തന്നെ ഇബാദത്തുകളൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇന്ന് നോമ്പെടുത്തവരുണ്ടാവും. അതിനൊക്കെ പല ആൾക്കാരുണ്ടാവും.
അതെല്ലാം നമുക്ക് അള്ള സ്വീകരിക്കണം, അമലാക്കി തീർക്കട്ടെ. ഇപ്പം ഇന്നലെ ചെയ്യാൻ പറ്റാത്ത പോലാണല്ലോ പഠിച്ചോനെ, എനിക്ക് ഇന്നലെ ചെയ്യാൻ പറ്റിയില്ലല്ലോ. ഞാനിപ്പോൾ പെണ്ണുങ്ങളാണെങ്കിൽ പറയണം ഇങ്ങനെ പറ്റാത്തൊരു സമയമൊക്കെ ആണെങ്കിൽ ഇന്നലെ ഞാൻ എന്നിട്ട് കുളിച്ചിട്ടുള്ളൂ, ഇനിയിപ്പോൾ എന്താ ചെയ്യാതെ, എനിക്ക് അസുഖം ഇനി എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസോ മറ്റോ ഒക്കെ ഉണ്ടായി ചെയ്യാൻ പറ്റിയില്ല, ഇന്നലെയാണ് ചെയ്യാൻ പറഞ്ഞതെന്ന് വിചാരിച്ച് നിങ്ങൾ ബേജാറാവുകൊണ്ട് ഇന്നും നിങ്ങളെ മുന്നിൽ സമയമുണ്ട്. ഇന്ന് മുഹറം 1 ഏറ്റവും നല്ലൊരു സമയമാണ്. ഇന്നിപ്പോൾ മഗ്‌രിബ് വരെയുള്ള സമയം എത്രയും പെട്ടെന്ന് എല്ലാവരും ചെയ്തു വെക്കുക. ആരും മറക്കണ്ട. ഒരു വർഷത്തെ കാവിൽ ഒരു വർഷം നമുക്ക് ഉപയോഗപ്പെടുന്ന ഒരു കാര്യമാണ്. എല്ലാ മുസീബത്തുകളിൽ നിന്നും ഇടങ്ങേറുകളിൽ നിന്നും ആഫത്തുകളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും അസൂയാലുക്കളിൽ നിന്നും കണ്ണിൽ നിന്നും ഷെയറിൽ നിന്നും മാരക രോഗങ്ങളിൽ നിന്നും മാറാവ്യാധി രോഗങ്ങളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും അങ്ങനെ എല്ലാവിധ ബുദ്ധിമുട്ട് പ്രയാസങ്ങളിൽ നിന്നൊക്കെ നമ്മളെ കാക്കും. കഴിഞ്ഞു പോയ എല്ലാ പാവങ്ങളും നമുക്ക് പുറത്തു തരും. ഇന്ന് മുതൽ ഈ വർഷം മുഴുവനും അല്ലാഹുവേ നിൻ്റെ സംരക്ഷണം ഞങ്ങൾക്ക് ഉണ്ടാകണം. എനിക്ക് നടക്കാതെ നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പടച്ചോനെ. ഈ വർഷം കഴിഞ്ഞ വർഷം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലാ. ഈ വർഷമെങ്കിലും എനിക്കെൻ്റെ കഷ്ടപ്പാടുകളൊക്കെ മാറിക്കിട്ടി സന്തോഷവും സമാധാനവും ഹൈറും റായത്തും ബർക്കത്തൊക്കെ ഉള്ള നല്ലൊരു വർഷമാക്കി തരണം. ഈ വർഷം ഞാൻ എന്ത് നല്ല കാര്യത്തിന് ഇറങ്ങിയാലും ആ കാര്യം എനിക്ക് വിജയിക്കണം. ഇനി ജോലി സംബന്ധമായൊരു കാര്യമാണെങ്കിൽ പഠിച്ചോനെ ഈ വർഷം എനിക്ക് പിന്നെ ഈ മാസം നല്ലൊരു മാസമായിട്ട്, ഈ മുഹറം മാസമായിട്ട് എനിക്ക് നല്ലൊരു ജോലി ശരിയാകണം, അല്ലെങ്കിൽ എൻ്റെ കല്യാണം ശരിയാകണം, അല്ലെങ്കിൽ എനിക്കൊരു വീട് ശരിയാകണം. അങ്ങനെ എന്തൊക്കെ നീയത്തുകളാണ് നിങ്ങൾക്കുള്ളത് ഒക്കെ അള്ളാൻ്റെ മുമ്പിൽ ഇരുന്ന് നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അള്ളാ എന്ത് തന്നെ ആയാലും ഈ മാസത്തിൻ്റെ വർക്കത്ത് കൊണ്ട്, ഈ പുതുതായി വരുന്ന ഈ പുതുവർഷത്തിൻ്റെ വർക്കത്ത് കൊണ്ട് നമുക്ക് അള്ളാ നടത്തി തരാതിരിക്കില്ല. എന്ത് തന്നെ നടത്തി തരും. നിസ്കരിച്ചിരിക്കുക, നല്ലോണം പ്രാർത്ഥിക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളോട് പറഞ്ഞ സുന്നത്ത് നിസ്കരിക്കുക, സുന്നത്തൊക്കെ നിസ്കരിക്കുക. അതേപോലെ ആയത്ത് കുറിച്ച് ഓതിയിട്ട് നല്ലോണം അള്ളാഹുവിനോട് ആയത്ത് കുറിച്ചിൻ്റെ മഹത്വം കൊണ്ട് അള്ളാഹുവേ ഞാതിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നടത്തി തരണം പഠിച്ചോനെ എന്ന് നമ്മൾ നല്ലോണം പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും വിജയിച്ചു കിട്ടും. തീർച്ചയായിട്ടും വിജയിക്കും. നമ്മളതിന് ശ്രമിക്കണം. ശ്രമിച്ചാൽ കിട്ടും എന്നുള്ള നല്ല ഉറപ്പോടു കൂടി തന്നെ ശ്രമിക്കുക. 5 വക്ത് നിസ്കരിക്കുക, അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. പറ്റുമെങ്കിൽ 1-ാമത്തെ നോമ്പ് മുതൽ 10 നോമ്പ് വരെ നമുക്ക് നോൽക്കാം. അത് പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ 9ഉം 10ഉം നിർബന്ധമായിട്ടും നോൽക്കാം. നമ്മൾ തയ്യാറാവുക. അത്രയും നല്ല മഹത്വമുള്ളൊരു നോമ്പാണ് ഈ മുഹറത്തിൻ്റെ നോമ്പ് എന്നൊക്കെ പറഞ്ഞാൽ. ഇപ്പോൾ 10 നോമ്പ് നോറ്റിട്ട് നമ്മളൊരു കാര്യം നിയത്ത് ചെയ്തുകൊണ്ട് 10 നോമ്പ് നോക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതെല്ലാം തന്നെ നമുക്ക് ഫർദ് നോമ്പ് നഷ്ടപ്പെട്ടതുണ്ടാവും. ആ നോമ്പും കൂട്ടിയിട്ട് 9ഉം 10ഉം നോമ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫർദായ കഥായിപ്പോയ നോമ്പിൻ്റെ കൂടെ കൂട്ടി പറഞ്ഞ് നമുക്ക് ചെയ്യാം. അപ്പോൾ ആ കൂലിയും കിട്ടി ഈ കൂലിയും കിട്ടി. ഇപ്പോൾ ഒരു പിന്നെ വ്യാഴാഴ്ച രാവോ തിങ്കളാഴ്ച രാവോ ഒക്കെ വരുന്ന വെച്ചാൽ അതും കൂടെ കൂട്ടി ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂലി നമുക്ക് കിട്ടും. അങ്ങനെ എല്ലാ മഹത്വങ്ങളോടും കൂടി ചേർന്നുള്ളൊരു സമയമാണ്. ആ സമയം ആരും പാഴാക്കരുത്. എല്ലാവരും കഴിവിൻ്റെ പരമാവധി ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനൊരു അവസരം ഇനി അടുത്ത വർഷം നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു വർഷം ശ്രദ്ധിക്കുക, നല്ലോണം നമ്മൾ അതിന് വേണ്ടി ശ്രമിക്കുക. ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയണമെന്നില്ല. അറിയണവരും അറിയാത്തവരൊക്കെ ഉണ്ടാവും. ഇപ്പം നിങ്ങളൊക്കെ അത് കണ്ട് അറിഞ്ഞൊക്കെ ചെയ്തവരുണ്ടെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. ഈ ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളിത് ചെയ്യുമ്പം അതൊരു സദക്ക ചെയ്യണ കൂലിയാണ് നമുക്ക് കിട്ടുക. അതാരും ഒഴിവാക്കരുത്. നമ്മൾക്ക് മറ്റുള്ളവർക്കൊരു ഇൽമ പറഞ്ഞു കൊടുക്കുമ്പം കിട്ടണ ആ ഒരു സദക്ക അത് നമ്മൾ ഒഴിവാക്കാതെ കഴിവിൻ്റെ പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. നമ്മൾ കാരണം മറ്റുള്ളവർക്കൊരറിവ് കിട്ടുകയാണെങ്കിൽ അത് ഞമ്മക്കും കൂടി ഒരു കൂലിയുള്ള കാര്യമല്ലേ. ഇപ്പോൾ ഒരാൾക്ക് അറിയുന്ന കാര്യം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ആൾ ചെയ്യുമ്പോൾ ആ കൂലി ഞമ്മക്കും കൂടി കിട്ടുകയാണ് അവരിൽ നിന്ന്. അപ്പോൾ ആ കൂലി ഞമ്മക്ക് കിട്ടും. അതുകൊണ്ട് അറിയാത്തവർക്കൊക്കെ അങ്ങനെ എഴുതി വെച്ചോളി. ഇനിയിപ്പോൾ എഴുതി നമുക്ക് വീട്ടിലൊന്നും വെക്കാനുള്ള ആവശ്യം എന്നുണ്ടെങ്കിൽ ധരിക്കും ചെയ്യാം. അതിനും കുഴപ്പമില്ല. വിസ്മി എഴുതി നമുക്ക് ധരിക്കാം. അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം. പിന്നെ ബാത്റൂമിൽ പോകണം. ഇത് ഉപയോഗിച്ച് ഞാൻ ധരിച്ചു കേട്ട് ഇങ്ങനെ ബാത്റൂമിൽ പോകാമെന്നൊക്കെ ഉണ്ടാവും. ഒരിക്കലും പേടിക്കണ്ട. നമ്മൾ അറഫ് മാത്രം എഴുതുന്ന വിസ്മി ആയതുകൊണ്ട് ബാത്റൂമിൽ പോകുമ്പോൾ കുഴപ്പമില്ല. അങ്ങനെ സംശയം ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത് കേട്ടോ. അത് ഉപയോഗിച്ച് നമ്മളെ ശരീരത്തിൽ കെട്ടിയിട്ടുണ്ടല്ലോ, എൻ്റെ ബാഗിലുണ്ടല്ലോ, അപ്പം അങ്ങനെ പേഴ്സിലുണ്ടല്ലോ. അപ്പം ഞാൻ അങ്ങനെ ബാത്റൂമിൽ പോകാമെന്നൊന്നും ചിന്തിക്കണ്ട. അതിന് കുഴപ്പമില്ല കേട്ടോ. നമ്മൾ അർഫും പുള്ളിയും ഇടാതെ ഒറ്റ അർഫായിട്ട് എഴുതുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ പോവാം.
ഈ കുടുംബത്തെയും ഞങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തണം. അതിന് റബ്ബ് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അതിനുള്ള വീഡിയോ ഇടുക ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരാൾ കമൻറ്റ് ചെയ്താലും മറ്റുള്ളവർക്ക് ഉപകാരമാകുമല്ലോ. പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇതിലൂടെ ഈ അറിവ് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. എല്ലാവർക്കും ഇപ്പോൾ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്. പ്രാർത്ഥിക്കേണ്ട വെച്ച് ഇങ്ങനെ ഒരു കാര്യം പറയണമെന്ന് എല്ലാവർക്കും അറിയണമെന്നുണ്ടാവില്ല. നിങ്ങളിലൂടെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോൾ അത് ഒരു ഉപകാരമാകുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു ഏറ്റവും വലിയൊരു അമലായിരിക്കും അത്. ആ അമലെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുമ്പോഴൊരു കൂലി, ആ കൂലിയും കൂടി നമ്മൾക്ക് കിട്ടുകയെന്ന് പറയുമ്പോൾ അത് നമ്മൾ ചെയ്യുന്ന വലിയൊരു ഉപകാരമാണ്. അപ്പോൾ അത് നിങ്ങൾ കഴിയുന്നതും കഴിവിൻ്റെ പരമാവധി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ബെല്ലൈക്കൻ അമർത്തുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ എൻ്റെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കേട്ടോ. അതുകൊണ്ട് നിങ്ങളൊക്കെ ചെയ്യുക, ആരും മറക്കരുത്.